രോഗാനശേഷാനഭംസി രുട്ടാതുകാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാഖ്യാശ്രയതാം പ്രയാന്തി. നമസ്കാരം. സന്ധ്യാവന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവീ മാഹാത്മ്യത്തിലത്തെ ഒരു ശ്ലോകത്തിൽ കൂടെ ദേവിയെ വന്ദിക്കുന്നതായുള്ള ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. 13 അധ്യായങ്ങൾ കൂടിയ ദേവീ മാഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിലെ ഒരു ശ്ലോകമാണ് ചൊല്ലിയത്. ദേവീ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ തന്നെ ദേവി ഭാഗവതവുമായിട്ട് ചിലരെങ്കിലും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ദേവി ഭാഗവതം 9 ദിവസം കൊണ്ട് നടത്തുന്ന 18,000 ശ്ലോകം അടങ്ങിയ ഭാഗവതം പോലത്തെ പുരാണമാണ്. ദേവി മാഹാത്മ്യമാകട്ടെ 13 അധ്യായമേ ഉള്ളൂ. മെനക്കെട്ട 1.5 മണിക്കൂർ കൊണ്ട് കഴിയും. ചെറിയൊരു സംഭവമാണ്, എങ്കിലും വലിയ ഫലമുള്ളതാണ്. ഇവിടെ ദേവിയെ ഭജിച്ചാൽ എന്തെല്ലാം ഗുണമാണ് ഉണ്ടാവുക എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. അഥവാ ദേവി കോപമുണ്ടായാൽ എന്തൊക്കെ വിഷമങ്ങൾ നമുക്ക് വരും അതും പറയുകയാണ്. മാർക്കണ്ഡേയ മഹർഷി കൗഷ്ടുകിക്ക് പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലാണ് ദേവി മാഹാത്മ്യം നമുക്ക് കിട്ടുന്നത്. സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു വൈശ്യനും രാജ്യാധികാരം നഷ്ടപ്പെട്ട് രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു രാജാവും കൂടി കാട്ടിൽ കൂടെ നിരാശരായി സഞ്ചരിക്കുമ്പോൾ സുമേധസ് എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയുടെ ആശ്രമത്തിലെത്തണു. ആ മഹർഷി അടുത്ത് സങ്കടം പറയണു. ദേവിയെ ഭജിച്ചാൽ നിങ്ങളുടെ ദുഃഖം തീരുമെന്ന് പറയണു. ദേവി മഹാത്മ്യമെല്ലാം ഉപദേശിച്ച് അതുപോലെ ചെയ്ത് ദേവിയെ പൂജിച്ചപ്പോൾ ഈ വൈശ്യനും രാജാവിനും ഒരാൾക്ക് നഷ്ടപ്പെട്ട ധനവും മറ്റൊരാൾക്ക് നഷ്ടപ്പെട്ട രാജ്യാധികാരവും തിരിച്ചു കിട്ടിയതും പറയുന്നതാണ് ചുരുക്കത്തിൽ കഥ. രാജാവിനെ വിളിച്ചു കൊണ്ടുപോയി പ്രജകൾ സിംഹാസനത്തിൽ ഇരുത്തിയെന്നാണ് പറയണം. അപ്പോൾ ആ ദേവിയുടെ മഹാത്മ്യം എപ്രകാരത്തിലുള്ളതാണ് എന്ന് കേൾക്കണം എന്ന് വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ പറയുന്നതായിട്ടാണ് ഈ മഹർഷി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ശ്ലോകത്തിൽ പറയണത് എന്താ വെച്ചാൽ, അതായത് അതിൽ നിശുംഭന്മാരെ വധിക്കണതും മധുകൈടവന്മാരെ വധിക്കണതും മഹിഷാസുരനെ വധിക്കണതും ആയിട്ടുള്ള കഥകളൊക്കെ വിവരിച്ചിട്ടുണ്ട്. നിശുംഭന്മാരെ വധിച്ചതിന് ശേഷം ദേവന്മാർ അതായത് ഭഗവതിയെ ദേവിയെ സ്തുതിക്കുന്നതായിട്ടാണ് 11-ാം അധ്യായം. അതാണ് നാരായണീ സ്തുതി. അതിവിടെ പറഞ്ഞു, രോഗാനശേഷാനഭംസി തുഷ്ട. ദേവി സന്തോഷിച്ചാൽ എന്തൊക്കെയാണ് കിട്ടുക ഉണ്ടാവുക, അഥവാ ദേവി പ്രസാദിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് ദോഷം ഉണ്ടാവുക. നമുക്ക് വരുന്ന ദോഷങ്ങൾ ദേവി പ്രസാദം ഇല്ലായ്മ കൊണ്ടാണ് എന്നർത്ഥം. അപ്പോൾ ദേവിയെ ഭരിച്ചാൽ അത് തീരും. മുൻ ജന്മങ്ങളിൽ ദേവിയെ വേണ്ട വിധം ഉപാസിക്കാത്തത് കൊണ്ടാണ് കണ്ണ് കാണാത്തവരും രോഗികളായിട്ടും ദരിദ്രന്മാരായിട്ടും ഒക്കെ ഈ ജന്മം ജനിക്കേണ്ടി വരണത് എന്ന് ദേവി ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. അത് ഭജിക്കാത്തവരുടെ വിഷമവും ഈ ശ്ലോകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രോഗാനശേഷാൻ അപകംസി. ദേവി പ്രസാദിച്ചാൽ രോഗങ്ങളില്ലാണ്ടാവും. പണ്ടൊക്കെ ഈ വസൂരി വന്നാൽ ദേവീ ഭജനം നടത്തുക, ദേവിക്ക് ഒഴിഞ്ഞു വെച്ച് അവിടെ പോയി ദർശനം നടത്തുക. ആയുർവേദത്തിൽ രോഗാൻ അശേഷാൻ എന്ന് പറഞ്ഞിട്ട് ശ്ലോകം തുടങ്ങണത് തന്നെ രാഗാതിരോഗാൻ സതതാനുസക്താൻ. ഏറ്റവും വലിയ രോഗം എവിടുന്നാണ് തുടങ്ങാറ്? മനസ്സെന്നാണ്. അതാണ് പഴയ ശാസ്ത്രവും ഇപ്പോഴത്തെ ശാസ്ത്രവും തമ്മിലൊരു വ്യത്യാസം. ഇപ്പോഴത്തെ ഡോക്ടർമാരെന്താ പറയുക, നിങ്ങളൊരു പ്രമേഹ രോഗിയാണെന്ന് എപ്പോഴും വിചാരിക്കണം. വിചാരിച്ചാൽ തന്നെ രോഗം കൂടില്ലേ. പഴയ ആൾക്ക് നിങ്ങൾക്ക് രോഗമൊന്നുമില്ല, നിങ്ങൾക്ക് ആരാ പറഞ്ഞ തൂക്കടേണ്ട ഒന്നുമില്ല കേട്ടോ. അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഉത്സാഹം വരില്ലേ, നിങ്ങൾ തൂക്കടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആയുർവേദം പറയണത് എന്താ ചോദിച്ചാൽ, മനസ്സിൽ നിന്നാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാവണത്. അപ്പം അതിനെ ശക്തിപ്പെടുത്തുക, അങ്ങനെയാണ് രോഗത്തിനെ ജയിക്കാൻ പറ്റണത് ഒരു പരിധി വരെയൊക്കെ. സൈക്കോ ഫിസിക്സ് സിദ്ധാന്തങ്ങൾ അതാണ് പറയുന്നത്. മനസ്സ് ഒരുപാട് രോഗങ്ങളെ നമുക്ക് അധികമാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ദേവീ ഭജനം ചെയ്യുക, ലളിതാസഹസ്രനാമം ചൊല്ലുക, ദേവീമാഹാത്മ്യം ചൊല്ലുക, അതൊക്കെ ചെയ്താൽ ദേവീ പ്രസാദം കൊണ്ട് വന്ന രോഗം മാറ്റാൻ പറ്റും, രോഗം വരാണ്ടിരിക്കാനും സാധിക്കുന്നു. രോഗം മാറിയില്ലോ, ഭട്ടേരിപ്പാടിന് ഗുരുവായൂരപ്പനെ ഭജിച്ചിട്ടാണ് എന്നുള്ളൂ ദേവീഭക്തന്മാർ ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ. ശരവചനം കൊണ്ട് തീർച്ചയായിട്ടും രോഗത്തിന് ശമനം ഉണ്ടാവും. അച്യുതാനന്ദ ഗോവിന്ദ ധന്വന്തരീമൂർത്തിയെ സേവിക്കുന്നിടത്ത് പറയുന്നുണ്ട്, നശ്യന്തി സകലാൻ രോഗാൻ. അപ്പം അമ്മ പ്രസാദിച്ചാൽ രോഗാൻ അശേഷാൻ അപകംസി തുഷ്ട, സന്തോഷിച്ചാൽ
അല്ലെങ്കിലോ പൃഷ്ടാതു കാമാൻ സകലാനഭീഷ്ടാൻ. അഥവാ ദേവീ പ്രസാദം നമുക്കില്ലെങ്കിൽ ഒരാഗ്രഹവും നടക്കില്ല. ഈ ജീവിതത്തിൽ തൊട്ടത് മുഴുവൻ അനർത്ഥവും തടസ്സവും ആയിട്ടാവും ഇത്രയും പിന്നത്തെ പോക്കുണ്ടാവുക. അതുകൊണ്ട് ദേവി രുഷ്ടാതെ കോപം ദേവി പ്രസാദം ഇല്ലാണ്ടായാൽ സർവ്വവിധത്തിലുള്ള അനർത്ഥങ്ങളും തടസ്സങ്ങളും വിഷമങ്ങളും നമുക്ക് വന്നു ചേരും. ത്വാം ആശ്രിതാനാം ന വിപന്നരാണാം. ഏതൊരാൾ ദേവീപാദത്തിൽ ആശ്രയം പ്രാപിച്ചിട്ടുണ്ടോ അവർക്കെല്ലാ ആപത്തുകളും ഒഴിഞ്ഞു പോകണു. ആപത്തി കിങ്കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാം. ആപത്തിൽ എന്താണ് ചെയ്യേണ്ടത്? സർവേശ്വരിയായ ജഗദംബയുടെ പാദത്തെ ആശ്രയിക്കൂ. ദുർഗാദേവിയും പ്രപദ്യേ ശരണമഹം അശേഷാപ ദുന്മൂലന. എല്ലാ ആപത്തും ഉന്മൂലനം ചെയ്യാനായിക്കൊണ്ട് ദേവീപാദത്തിൽ ഭജിക്കുന്നു. ഈ പറയണ ത്വാം ആശ്രിതാനാം ന വിപന്നരാണാം. ഒരാപത്തും ഉണ്ടാവില്ല എന്നല്ല, ത്വാമാശ്രിതാക്കി ആശ്രയതാം പ്രയാന്തി. അവർക്ക് ഈ ലോകത്തിൽ വേറൊരാളുടെ മുമ്പിൽ കുമ്പിട് കൈ നീട്ടുക വേണ്ടി വരില്ല. അവരെ എല്ലാവരും ഇങ്ങോട്ട് ആശ്രയിക്കണം. ദേവീപ്രസാദമുള്ളവർ ഇങ്ങോട്ട് വന്നിട്ട് ആശ്രയിക്കുക എന്നല്ലാണ്ട് അവർക്ക് അങ്ങോട്ട് പോയിട്ട് ആശ്രയിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ദേവീപ്രസാദം, ദേവീ കടാക്ഷം, ലളിതാഭജനം, ലളിതാസഹസ്രനാമം, ദേവീ മഹാത്മ്യം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള സംഗതികളാണ്. ഏത് ഉപാസന ചെയ്താലും ദേവിയെ ഉപാസിക്കാതെ നമ്മുടെ ഉപാസന പൂർണ്ണമാവില്ല എന്നാണ് അറിവുള്ളവർ പറയണത്. ഒന്നുമില്ലെങ്കിൽ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേന്നെങ്കിലും ചൊല്ലി പരാശക്തയെ നമാന്ന് കഴിയെങ്കിൽ 108 പ്രാവശ്യം ചൊല്ലുകയാണ്. അല്ലെങ്കിൽ 41 21 എത്രയും നമുക്ക് കഴിയാച്ച പരാശക്തി ഓം പരാശക്തയെ നമ എന്തെങ്കിലും ചെല്ലുക. ദേവി മഹാത്മ്യം ലളിതാസഹസ്രനാമം എന്നൊക്കെ ചെല്ലുകയാണ് വേണ്ടത്. അത്രയധികം ഫലമുള്ളതാണ് എന്നർത്ഥം. അതാണ് ദേവീ ഭജനത്തിൻ്റെ മഹാത്മ്യം. ഈ ശ്ലോകത്തിൽ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. ഈ ശ്ലോകത്തിൽ ഇതാണ് പറഞ്ഞത്, ദേവിയെ ആശ്രയിച്ചവർക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. എല്ലാ രോഗങ്ങളും അകന്നു പോകുന്നു, എല്ലാ ആപത്തും ഇല്ലാതാവുന്നു. രോഗാനശേഷാനപഹംസി രുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിത ആശ്രയതാം പ്രയാന്തി. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.